നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യം തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ്. പലയിടങ്ങളിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനിയും ചിലയിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. റാലികളും പൊതുജനങ്ങളെ കാണലുമായി പ്രധാനമന്ത്രിയുടെ പര്യടനം തുടരുകയാണ്. ഇന്ന് അദ്ദേഹം കർണാടകയിലെ ബലഗാവിയിലെത്തി. BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ അദ്ദേഹം സംസാരിച്ചു. കോൺഗ്രസിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രി ഇന്ന് നടത്തിയിരിക്കുന്നത്. മോദി ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ താലിയിൽ കൈവയ്ക്കാൻ കോൺഗ്രസിനെ സമ്മതിക്കില്ല എന്നാണ് പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സ്വപ്നം അങ്ങ് മറന്നേക്കുമെന്നും സ്വത്ത് പിടിച്ചെടുത്ത് വിതരണം ചെയ്യാമെന്ന കോൺഗ്രസിന്റെ സ്വപ്നം നടക്കില്ല എന്നും നിങ്ങളുടെ സ്വപ്നം എന്തോ അതാണ് മോദിയുടെ സ്വപ്നമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 24/7 നിങ്ങൾക്കൊപ്പം, 2047 വരെ നിങ്ങൾക്കൊപ്പം, അതാണ് എന്റെ സ്വപ്നം എന്നായിരുന്നു മോദി ചൂണ്ടിക്കാണിച്ചത്. ജനങ്ങളുടെ വോട്ട് തട്ടിയെടുത്ത് പ്രിയപ്പെട്ട മതത്തിന്റെ വോട്ട് ബാങ്കിന് വീതം വെച്ച് കൊടുക്കാനാണ് കോൺഗ്രസിന്റെ യുവ രാജാവും സഹോദരിയും ശ്രമിക്കുന്നതെന്നാണ് മോദി കർണാടകയിൽ ആരോപിച്ചിരിക്കുന്നത്. വയനാട്ടിൽ ജയിക്കാൻ പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണ സ്വീകരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും മോദി ആരോപിച്ചു. ആദ്യം വോട്ട്, പിന്നെ ആഹാരം, അങ്ങനെ തീരുമാനിക്കണമെന്നും പരമാവധി ആളുകൾ വോട്ട് ചെയ്യാൻ എത്തണമെന്നും മോദി പറഞ്ഞു. രാജ്യത്തെമ്പാടും പോളിംഗ് ശതമാനം കുറഞ്ഞ സാഹചര്യത്തിൽ കൂടിയാണ് എല്ലാവരും പോളിംഗ് ബൂത്തിൽ എത്തണം, വോട്ട് ചെയ്യാൻ എത്തണം എന്നൊരു ആഹ്വാനം കൂടി പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. ഹുബ്ബള്ളി കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലർ നിരഞ്ജൻ ഹീരമേഡിന്റെ മകൾ നേഗ ഹിരമേഡിന്റെ കൊലപാതകം, ആ ഒരു കൊലപാതകത്തെക്കുറിച്ചും മോദി ഇന്ന് കർണാടകത്തിലെ പ്രസംഗത്തിൽ പരാമർശിക്കുകയുണ്ടായി. രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ നാണം കെടുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നായിരുന്നു മോദിയുടെ വിമർശനം. EVMകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുക വഴി രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പുകളെ കോൺഗ്രസ് ചോദ്യം ചെയ്യുകയാണെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. ഇതിനെതിരെ സുപ്രീം കോടതി തന്നെ ആഞ്ഞടിച്ചത് കോൺഗ്രസിന് ചെകിടത്തടിച്ചതുപോലെയാണ്. ലോകത്തിന് മുന്നിൽ ഇന്ത്യ നാണം കെടുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും മോദി പറഞ്ഞു. കോൺഗ്രസ് നേഹ ഹിരമേഡിന്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തയില്ല എന്നും വോട്ട് ബാങ്കിനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ എന്നും മോദി ആരോപിച്ചു. രാമേശ്വരം കഫേ സ്ഫോടനം, അതിനെക്കുറിച്ചും പ്രധാനമന്ത്രി കർണാടകയിലെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. രാമേശ്വരം കഫേ സ്ഫോടനം ഭീകരാക്രമണമല്ല എന്നും കോൺഗ്രസ് സർക്കാർ പറഞ്ഞില്ലേ, സംസ്ഥാനം ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് വീട്ടിൽ പോകണമെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. നേഹ ഹിരമേഡിനെ മുൻ സുഹൃത്തായ ഫയാസ് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനാണ് കുത്തിക്കൊലപ്പെടുത്തിയത്. ഇതിനിടെ ഫയാസിന്റെ അമ്മ നേഹയുടെ കുടുംബത്തോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാപ്പ് പറയുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ അടക്കം കൊല്ലപ്പെട്ട വിദ്യാർത്ഥിനിയുടെ വീട്ടിലെത്തിയിരുന്നു. നാടിനെ നടുക്കിയ കൊലപാതകം രാഷ്ട്രീയ വിവാദമായി കത്തുകയാണ് കർണാടകയിലെ ഹുബ്ബള്ളിയിൽ. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് ക്യാമ്പസിൽ വെച്ചാണ് നേഹയെ സുഹൃത്തായിരുന്ന ഫയാസ് കുത്തിക്കൊലപ്പെടുത്തിയത്. പ്രണയ അഭ്യർത്ഥന നിരസിച്ചു എന്നതിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയത്. ഇത് ലവ് ജിഹാദാണെന്ന് നേഹയുടെ മാതാപിതാക്കൾ ആരോപിച്ചു. ഇത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിഷേധിച്ചു. വ്യക്തിപരമായ പ്രശ്നങ്ങളെ ലവ് ജിഹാദ് എന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയല്ല എന്നും സിദ്ധരാമയ്യ പറഞ്ഞു. ഇതിനെതിരെ കടുത്ത പ്രതിഷേധവുമായി BJPയും ABVPയും രംഗത്തെത്തുകയുണ്ടായി. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെയാണ് മോദിയും നേഹ ഹിരമേഡിന്റെ കൊലപാതകത്തിൽ സർക്കാരിനെ വിമർശിച്ചത്. സംഭവം നടന്ന് 2 മണിക്കൂറിനകം തന്നെ ഫയാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ ഫയാസ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. എന്തായാലും ഈ ഒരു സംഭവം ഈ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയമായതുകൊണ്ട് അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മോദി കർണാടകയിൽ ഉപയോഗിച്ചിരിക്കുകയാണ്.